സൂപ്പർ അടിപൊളി ഇക്ക തകർത്തിരിക്കുന്നു. ഇന്റർവെല്ലാണ് രസമുള്ള ക്ലൈമാക്സ് സൂപ്പർ. സൂപ്പർ പടം. വില്ലൻ്റെ ആ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും വെറുത്തു പോകുന്ന ഒരു രീതിയിലാണ് മമ്മൂക്കയുടെ ആ ഒരു പെർഫോമൻസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞെട്ടിച്ചു. നല്ല പടം. രക്ഷയില്ല. പുള്ളി ഇത് ഇങ്ങനെയുള്ള വേഷമൊക്കെ സെലക്ട് ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. ഒരു രക്ഷയില്ല. രണ്ടുപേരും അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവം. ഒരു രക്ഷയില്ല. മമ്മൂക്ക സെലക്ട് ചെയ്ത വേഷം ഉണ്ടല്ലോ, പറയാതിരിക്കുമേ. പുള്ളിയെ സമ്മതിച്ചേ പറ്റും. വേറെ ഒന്നും പറയാനില്ല. ഈ മനുഷ്യൻ എന്താ ഇങ്ങനെ ഒരു പിടിയില്ല. ഭയങ്കര സൂപ്പറാണ്. എന്തായാലും കൊള്ളാം. ഞാൻ മമ്മൂട്ടി ഫാൻസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. രാക്ഷസ നടികയെന്ന് വെച്ചാൽ പുള്ളി പല സൈസ് കോളയും കണ്ടിട്ടുണ്ട്. ഇതൊരു അന്യായ സൈറ്റ് തന്നെ. മമ്മൂട്ടി തകർത്തിട്ടുണ്ട്. പടം ഞാൻ 2022 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ വ്യത്യസ്തമാർന്ന കുറേ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും നമ്മൾ പറയും ഇതായിരിക്കും മികച്ചതെന്ന്. പക്ഷെ അതുക്കും മേലെയാണ് ഈ കഥാപാത്രം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ നിന്നും ടി വിയിലും OTT ഒക്കെ മമ്മൂക്കയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ മമ്മൂക്കയുടെ കഥാപാത്രങ്ങളിൽ എനിക്ക് പൂർണ്ണമായും വെറുപ്പ് മീൻസ് ആ കഥാപാത്രം മനസ്സിൽ ആഴ്ന്നിറങ്ങിയതുകൊണ്ടാണ് അദ്ദേഹത്തോട് പൂർണ്ണമായ ഒരു വെറുപ്പ് നമുക്ക് തോന്നും. കാര്യം ഇന്നിൻ്റെ പരിച്ഛേദമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊരു സീരിയൽ കില്ലർ, ഒരു സൈക്കോ കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ കഥാപാത്രം. പൂർണ്ണമായും ഒരു സൈക്കോ കഥാപാത്രമാണ്. വിനായകൻ ഗംഭീരമായിട്ടുണ്ട്. വിനായകൻ ഈ സിനിമയിലെ നായകനും മമ്മൂട്ടി അതുക്കും മേലെ അതിനായകനുമാണ് ഈ പടത്തിൽ. കിടിലൻ പടമാണ് ബ്രോ. എന്തായാലും മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച് തന്നെയാണ് ഈ പടം. എന്തായാലും ആരും തിയേറ്ററിൽ തന്നെ കാണാതിരിക്കരുത്. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു പടമാണ്. പ്രമേയമൊക്കെ അത്യാവശ്യം കളക്ഷൻ ലോ ആയിരുന്നു, അതുപോലെ ഇടേണ്ട ഒരു പടമല്ലേ ഇത്. മമ്മൂക്കയുടെ ഒരു കംബാക്ക് തന്നെയാണ്. വിനായകന്റെ മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടമാണ് പടം. അതിഗംഭീരം കിടിലം. ഇതേ കണക്കിന് അഭിനയിക്കാൻ വേണ്ടി ഏതെങ്കിലും നടന്മാർ വരെ വരാൻ പറ. മമ്മൂക്കയുടെ അഭിനയം ഒരു രക്ഷയില്ല. വിനായക അതിനൊക്കെ മമ്മൂക്ക തൂക്കി അടിപൊളി സൂപ്പർ. ഇല്ല കഥാപാത്രം മമ്മൂക്ക കിരിക്കി. മമ്മൂക്ക ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവല്. അടിപൊളിയാണ് എല്ലാ ഫീൽഡിലും. കാരണം മമ്മൂട്ടി കഥാപാത്രം ഇതുപോലെ ഒരു വില്ലനി വളരെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട്. നമുക്ക് അടിപൊളി കർത്താവില്ല പടം. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവല്. ഫസ്റ്റ് ഒരു കിടില സ്റ്റൈലുണ്ട്, സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊണ്ടുവന്നാണ്. കത്തി എന്ന് വെച്ചാൽ റേഞ്ച്. മമ്മൂക്കയുടെ വില്ലൻസ് ഉണ്ടല്ലോ, ഇന്ത്യൻ സിനിമ ആരും ചെയ്യൂല. ആ ലെവലാണ് കാര്യം ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല.